നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ബൈനോമിയൽ തിയറത്തിലെ എക്സസൈസ് 8.2-ലെ 5th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ഫോർത്ത് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 2y ഓൾ റേസ് ടു 12. ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ്. ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T4 ആണ് കണ്ടുപിടിക്കേണ്ടത്. T4 നമുക്കറിയാം. T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടേമിൻ്റെ ഇക്വേഷനാണ്. അതായത് TR+1 ഈക്വൽ ടു NCR ഇൻറ്റു A റേസ് ടു N മൈനസ് R ഇൻറ്റു B റേസ് ടു R. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T4 ആണ്. ഇതിനകത്ത് നമുക്ക് N ഈക്വൽ ടു നമുക്ക് 12 ആണെന്നറിയാം. N ഈക്വൽ ടു 12 ആണ്. A ഈക്വൽ ടു എയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് എക്സ്. B ഈക്വൽ ടു -2y. അപ്പോൾ ഇത് അറിയാവുന്നത് ആദ്യം എഴുതുക. N ഈക്വൽ ടു 12, A ഈക്വൽ ടു എക്സ്, B ഈക്വൽ ടു -2y. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. T4 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ T4 എന്ന് പറയുമ്പോൾ നമുക്ക് R+1 രീതിയിൽ എഴുതണം. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 4നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ +1 കൊടുക്കുമ്പോൾ നമുക്ക് 4 കിട്ടണം. അതായത് 3+1 എന്ന് പറയുന്നതാണ് 4. അപ്പോൾ ഞാൻ T3+1 എന്ന് എഴുതുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു N എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്. 12C ആറിൻ്റെ പ്ലേസിൽ അപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ ഞാൻ കൊടുക്കുവാണ് 12C3. എയുടെ സ്ഥാനത്ത് എക്സ് ആണ്. എക്സ് റേസ് ടു N മൈനസ് R, അതായത് 12 - 3. ബിയുടെ സ്ഥാനത്ത് -2y ഓൾ റേസ് ടു R. R എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ നമുക്ക് നോക്കാം. 12C3 എക്സ് റേസ് ടു 12 - 3 എന്ന് പറയുന്നത് നോക്കാം 9 ആണ്. എക്സ് റേസ് ടു 9 ഇൻറ്റു -2y ഓൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ -2. ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണ്. -2 ഓൾ റേസ് ടു 3 ഇൻറ്റു y റേസ് ടു 3. രണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കണ്ടുപിടിക്കാൻ 12C3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. 12C3നെ നമ്മൾ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 12 - 3 എന്ന് പറയുന്നത് 9 ആണ്. 9 ഫാക്ടോറിയൽ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 12 ഫാക്ടോറിയലിന് 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു എക്സെട്ര ലാസ്റ്റ് 1 വരെയുണ്ട്. അതുപോലെ തന്നെ 3 ഫാക്ടോറിയലിന് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 9 ഫാക്ടോറിയലിന് 9 ഇൻറ്റു 8 ഇൻറ്റു എക്സെട്ര 1 വരെയുണ്ട്. അപ്പോൾ 9 വരെയുള്ളത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 2 വരും. 2 ഇൻറ്റു 11 ഇൻറ്റു 10 അപ്പോൾ 220 വരും. നമുക്കിവിടെ ആൻസർ 220. 12C3യുടെ വാല്യൂ 220 ആണ്. ഇൻറ്റു എക്സ് റേസ് ടു 9 ഇൻറ്റു -2 ഓൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു -2 ഇൻറ്റു -2. അതായത് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4. 4 ഇൻറ്റു 2 8. ഇപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് റേസ് ടു ഓഡ് നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ് തന്നെ വരും. അപ്പം -8 എന്ന് വരും. ഇൻറ്റു y റേസ് ടു 3 വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 220 ഇൻറ്റു -8 ഇൻറ്റു എക്സ് റേസ് ടു 9 ഇൻറ്റു y റേസ് ടു 3 എന്ന് വരും. അപ്പോൾ 220 ഇൻറ്റു -8 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1760 വരും. ഒരു നെഗറ്റീവും കൂടി ഉണ്ട്. അപ്പം -1760 ഇൻറ്റു എക്സ് റേസ് ടു 9 ഇൻറ്റു y റേസ് ടു 3. ഇതാണ് T4 എന്ന് പറയുന്നത്. അതായത് ഫോർത്ത് ടേം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T4 ആണ്. T4 കണ്ടുപിടിക്കണം നമുക്ക്. അപ്പം നമുക്ക് ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. TR+1 ഈക്വൽ ടു NCR ഇൻറ്റു A റേസ് ടു N മൈനസ് R ഇൻറ്റു B റേസ് ടു R. ഇതിനകത്ത് N, A, B എല്ലാം ആദ്യമേ എടുത്തെഴുതാം നമുക്ക്. N 12 ആണ്. A എന്ന് പറയുന്നത് എക്സ് ആണ്. B എന്ന് പറയുന്നത് -2y ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ T4 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് R+1 ടേം ആയിട്ടാണ് എഴുതേണ്ടത്. നമ്മൾ ഈ 4നെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആഡ് ചെയ്യുക. 4 കിട്ടാൻ ഇനി 3 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3+1 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് 6ൻ്റെ പ്ലേസിൽ കിട്ടിയിരിക്കുന്ന 3 ആണ്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
എന്നിൻ്റെ അവിടെ 12 12c3 x റേസ് ടു 12 മൈനസ് 3 ഇൻറ്റു -2y ബിയുടെ സ്ഥാനത്ത് -2y ഓൾ റേസ് ടു ആറിൻ്റെ സ്ഥാനത്ത് 3. ഇനി നമ്മൾ 12c3യുടെ വാല്യൂ നോക്കി 220. അതുപോലെ തന്നെ x റേസ് ടു 9 പിന്നെ -2 ഓൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ -8 ആണ്, -8 കിട്ടി ഇൻറ്റു y റേസ് ടു 3. അങ്ങനെ ഞാൻ ഇതിനെ -8 ഇൻറ്റു 220 നോക്കി, അപ്പം -1760 കിട്ടും ഇൻറ്റു x റേസ് ടു 9 ഇൻറ്റു y റേസ് ടു 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്കിനി 6th പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വായിക്കാം. ഫൈൻഡ് ദ 13th ടേം ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് 9x മൈനസ് 1/3 റൂട്ട് എക്സ് ഓൾ റേസ് ടു 18 എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇത് ഈ എക്സ്പാൻഷൻ്റെ, ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ 13th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, ഇവിടെ എക്സ് 0 ആയിട്ടുണ്ടെങ്കിൽ 1/3 ഇൻറ്റു 0 വരും. 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. 13th ടേം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T13 ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ TR+1 ഈക്വൽ ടു NCR ഇൻറ്റു A റേസ് ടു n മൈനസ് R ഇൻറ്റു B റേസ് ടു R ആണ്. നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഉള്ളതൊക്കെ എടുത്ത് എഴുതാം. n ഈക്വൽ ടു 18 ആണ്, A ഈക്വൽ ടു 9x ആണ്, B ഈക്വൽ ടു -1/3 റൂട്ട് എക്സ്. n 18 ആണ്, എയുടെ സ്ഥാനത്ത് നമുക്ക് 9x ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് -3/റൂട്ട് എക്സ്. ഇതെല്ലാം ഞാൻ എടുത്തെഴുതി. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. TR+1 എന്ന് പറയുന്നതാണ് ഈ 30. അപ്പം നമ്മൾ R+1 ഇതിനെ 13 സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ +1 അവിടെ ഉണ്ട്. ഇനി 13 ആവണമെങ്കിൽ നമുക്ക് 12 എഴുതണം. T12+1, ഈ 13 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഈ ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 12+1 എന്ന് എഴുതിയത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് 18 ആണ്. 18c, ആറിൻ്റെ പ്ലേസിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 12 ആണ്. 18c12 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 9x ആണ്. 9x A റേസ് ടു n മൈനസ് R, അതായത് 18 മൈനസ് 12. 18 മൈനസ് 12 എന്ന് പറയുന്നത് 6 ആണ്. അപ്പം 9x ഓൾ റേസ് ടു 6 ഇൻറ്റു B റേസ് ടു, B എന്ന് പറയുന്നത് -1/3 റൂട്ട് എക്സ് ഓൾ റേസ് ടു B റേസ് ടു R. ആറിൻ്റെ പ്ലേസിൽ ഇവിടെ വന്നിരിക്കുന്നത് 12 ആണ്. 12 ഞാൻ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് നോക്കാം. 18c12 ഇൻറ്റു 9x ഓൾ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 9 റേസ് ടു 6 ഇൻറ്റു x റേസ് ടു 6 ആണെന്നറിയാം നമുക്ക്. ഇനി അടുത്തത് ഇൻറ്റു -1/3 ഇൻറ്റു റൂട്ട് എക്സ്, അതായത് -1 റേസ് ടു 12 ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 റൂട്ട് എക്സ് ഓൾ റേസ് ടു 12. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും റേസ് ടു 12 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 18c12 ഇൻറ്റു 9 റേസ് ടു 6 ഇൻറ്റു x റേസ് ടു 6 ഇൻറ്റു -1 ഓൾ റേസ് ടു 12 ആണ്. -1 ഓൾ റേസ് ടു 12 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. -1 റേസ് ടു 12 എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ, അപ്പോൾ +1 വരും. 1 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 12. 3 റേസ് ടു 12 എന്ന് പറയുന്നത് നമുക്ക് 9 റേസ് ടു 6 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഞാനത് കാണിച്ചു തരാം. 3 റേസ് ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനാണ്? 12 പ്രാവശ്യം. ത്രീ 12 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ 3 × 3 എന്ന് പറയുന്നത് 9 വരും. വീണ്ടും 3 × 3 9, വീണ്ടും 3 × 3 9, വീണ്ടും 3 × 3 9, 3 × 3 9, 9. അപ്പം 9 ഇവിടെ വന്നിരിക്കുന്നത് 1 2 3 4 5 6 പ്രാവശ്യം. അപ്പം 9 റേസ് ടു 6 എന്ന് എഴുതിയാലും എനിക്ക് കുഴപ്പമില്ല.
അപ്പോൾ ഞാനിവിടെ 3^12 9^6 എന്ന് എഴുതി ഇൻറ്റു റൂട്ട് എക്സ് ഓൾ റേസ് ടു 12. റൂട്ട് എക്സ് ഓൾ റേസ് ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് അങ്ങനെ 12 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്നറിയാം. അപ്പം നമുക്കറിയാം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതേപോലെ തന്നെ വീണ്ടും എക്സ് കിട്ടും. അതുപോലെ നമ്മൾ 12 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റേസ് ടു 6 എന്ന് കിട്ടും. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് അങ്ങനെ എക്സ് റേസ് ടു 6 കിട്ടും. അപ്പം നമ്മൾ എക്സ് റേസ് ടു 6 എന്ന് കൊടുക്കും. ഇത് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. 9^6 ഇൻറ്റു എക്സ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 9^6 ഇൻറ്റു എക്സ് റേസ് ടു 6 -1^12 ആയതുകൊണ്ടാണ് പോസിറ്റീവ് 1 ആയത്. -1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് 1 കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് 18C12 മാത്രമാണ് നോക്കാനുള്ളത്. അത് നമ്മൾ നോക്കുകയാണ്. 18 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ ഇൻറ്റു 18 - 12 എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ വരും. 6 ഫാക്ടോറിയൽ ഇനി നമുക്കിത് കണ്ടുപിടിക്കാം. which is equal to 18 എന്ന് പറഞ്ഞാൽ 18 ഫാക്ടോറിയൽ 18 ഇൻറ്റു 17 ഇൻറ്റു 16 ഇൻറ്റു 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഇൻറ്റു എക്സെട്ര 1 വരെ. അതേപോലെ തന്നെ ഇവിടെ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു എക്സെട്ര 1 വരെ ഉണ്ട്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, അപ്പം ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 12 വരെയുള്ളത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ എനിക്ക് 6 ഉണ്ട്. ഇവിടെ 3 ഇൻറ്റു 2 6 വന്നിട്ടുണ്ട്. നമുക്ക് ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്ത് കളയാവുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 18 6 വെച്ച് ഞാൻ കട്ട് ചെയ്തു, 3 വന്നു. പിന്നെ 15 5 വെച്ച് കട്ട് ചെയ്തു, 3 വന്നു. പിന്നെ 3 വെച്ച് തന്നെ കട്ട് ചെയ്തു. പിന്നെ 16 4 വെച്ച് കട്ട് ചെയ്തു, 4 വരും. വീണ്ടും 2 വെച്ച് 4 കട്ട് ചെയ്തു, 2 വരും. ഇനി നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല. 3 ഇൻറ്റു 2 നമുക്ക് വന്നിരിക്കുന്നത്, ഇനി ബാലൻസ് വന്നിരിക്കുന്നത് 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. 6 ഇൻറ്റു ഇനി ബാലൻസ് ഉള്ള 17 ഇൻറ്റു 14, 6 ഇൻറ്റു 17 ഇൻറ്റു 14 ഇൻറ്റു 13 ഇത്രയാണ് നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 18564. ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് കൊടുക്കാം which is equal to 18564. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.